ഇതിനിടയിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് ഗൾഫിലേക്ക് അണുവികിരണം ഉണ്ടാകുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പാണ്. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ നിർമ്മിച്ച ബുഷഹർ ആണവ നിലയത്തിൽ ശനിയാഴ്ച യുഎസും ഇസ്രായേലും വലിയ ആക്രമണം നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ടായിരുന്നു. ഈ ആണവ ദുരന്തം മേഖലയെ വിനാശകരമായ അവസ്ഥയിലെത്തിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ UN കത്തയച്ചിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി മേഖലയെ മുഴുവൻ ആണവ വികിരണ ഭീഷണിയിലാക്കുന്ന അസഹനീയമായ സാഹചര്യം അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുക GCC രാജ്യങ്ങളെ ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പ് GCC രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുവരെ 4 തവണ ഈ ബുഷഹർ നിലയത്തിന് നേരെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ആക്രമണം നടത്തിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത് പുക പടർന്നാൽ അത് പേർഷ്യൻ കടലിടുക്കിന് മറുഭാഗത്തുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. കാരണം ഇറാൻ്റെ ഈ ബുഷഹറിൻ്റെ പരിസരത്തുള്ള രാജ്യങ്ങളാണ് ഇത്. ഈ കാറ്റിൻ്റെയൊക്കെ ഗതി വെച്ച് നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ ടെഹ്റാനേക്കാൾ വേഗത്തിൽ ഈ ആണവ വികിരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തും എന്ന അതീവ ഗൗരവതരമായ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് നിർണായകമാണല്ലോ വിനോദ്. കാരണം ഗൾഫ് മേഖല ഇപ്പോൾ തന്നെ അശാന്തിയിലാണ്. വലിയ ആക്രമണങ്ങൾ ഗൾഫ് മേഖലകൾക്ക് നേരെയുണ്ട്. അതിനിടയിലാണ് ആണവ വികിരണ ഭീഷണി. അത് വലിയ പ്രശ്നങ്ങൾ ലോകക്രമത്തിലുണ്ടാക്കും. രഞ്ജിത്ത്, തീർച്ചയായും ഇത് തന്നെയാണ് ആദ്യം മുതൽ ആശങ്കപ്പെട്ടിരുന്നൊരു കാര്യം. ഇറാനെ ആക്രമിക്കുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മാറി നിന്ന് അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നു എന്നൊരു സാഹചര്യത്തിൽ അവിടുത്തെ ആണവ നിലയങ്ങളിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടികളോ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇറാനെ മാത്രമായിരിക്കില്ല ബാധിക്കുക എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഈ വായുമാർഗമുള്ള ദൂരദൈർഘ്യം നോക്കുമ്പോൾ ടെഹ്റാനിൽ എത്തുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഈ തീരത്തുള്ള ആണവ കേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ തൊട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോകും. കാരണം ആക്രമണം ഇറാനിലാണ് നടത്തുന്നതെങ്കിലും ഇത് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്താൽ ഈ അണുവികിരണം ആദ്യമുണ്ടാകുന്ന രാജ്യങ്ങൾ തൊട്ടടുത്ത രാജ്യങ്ങളാണ്. ബഹ്റൈനിലേക്ക് ഇത് പടരും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം